ഹായ്, പുതിയൊരു വീട്ടിലേക്ക് വീഡിയോ ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ്. ഹയർച്ചിന്റെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ടി വിയിലെ ആ ന്യൂസ്, 3 ചാനലുകളാണ് ആ ന്യൂസ് കൊടുത്തിരുന്നത്. പക്ഷേങ്കിൽ അതിന് മുന്നേ തന്നെ ED പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് വേണ്ടപ്പെട്ടവരെയൊക്കെ കാണാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ED. ചില ആൾക്കാരെയൊക്കെ വിളിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഇവരുടെ തന്നെ ചില ആൾക്കാരുടെ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ, തുടക്കം ഇങ്ങനെയൊരു മൂവ്മെൻറ്റ്, രണ്ടാം ഘട്ടം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് അന്വേഷണം പൂർത്തിയായിട്ടില്ല, രണ്ടാം ഘട്ടം ആവശ്യമാണ് എന്ന് ഒന്നാം ഘട്ട കുറ്റപത്രം 11,500 പേജുള്ള കുറ്റപത്രം കൊടുക്കുന്ന വേളയിൽ തന്നെ ED പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു വർഷത്തിന് അല്ലെങ്കിൽ 8 മാസത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ എന്തിന് ED കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നു എന്നതിൻ്റെ ഉത്തരം ഇവരുടെ തന്നെ ചില പ്രവൃത്തികളാണ്. ഒന്നാമതായി സൊസൈറ്റിയാണ് അതിനുള്ള കാരണം. രണ്ടാമതായി വിശ്വസ്തയും ജിനിൽ ജോസഫിൻ്റെ മാസാമാസം ഉള്ള തട്ടിപ്പ് പരിപാടികളുമാണ് അതിനൊക്കെ കാരണം. ED ഇവരെയൊക്കെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വിശ്വസ്ത എന്ന് പറഞ്ഞിട്ട് ഷമീനയുടെ നേതൃത്വത്തിലുള്ള, ഷമീന ഈ കുറ്റപത്രത്തിലെ ഒരു കുറ്റാരോപിത ആണ്. അപ്പോൾ അതുപോലെയുള്ള ആൾക്കാർ എല്ലാവരും തന്നെ നമ്മൾ തെറ്റുപറ്റിപ്പോയി, എല്ലാം ചെയ്തത് പ്രതാപനാണ്, നമ്മൾ അറിയാതെയാണ് ഈ കമ്പനിയുടെ പ്രൊമോഷൻ ഏറ്റെടുത്തിരുന്നത്, നമുക്കറിയില്ലായിരുന്നു ഇത് മണി ചെയിൻ ആണെന്ന് എന്ന് മുട്ടിലിഴഞ്ഞ് പറഞ്ഞ എല്ലാവരും തന്നെ പുതിയ പുതിയ കമ്പനികൾ തുടങ്ങുന്ന കാഴ്ചയാണ് ഈ കഴിഞ്ഞ 8 മാസത്തിൽ, കഴിഞ്ഞ ഒക്ടോബർ മുതൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിവരങ്ങൾ, അല്ലെങ്കിൽ ഇവരാണ് ശരിക്ക് ആൾക്കാരെ പറ്റിച്ചതിരുന്നത്, ഇവരും കൂടി പ്രതാപനോളം തന്നെ തെറ്റ് ചെയ്തവരാണ് എന്നുള്ള ബോധ്യത്തിലാണ് ED. ഇവരെ കൂടാതെ ആദ്യത്തെ ആ 37 പ്രതികളെ കൂടാതെ 100 കണക്കിന് കോടികൾ ഉണ്ടാക്കിയ ആൾക്കാർ പുറത്തുണ്ട് എന്നുള്ള വിവരവും ED മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം അവർ രണ്ടാം ഘട്ടം തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും EDയുടെ രണ്ടാം ഘട്ടം വന്നേ പിന്നെ ശ്മശാന മൂകതയാണ്. ഒരു പോസ്റ്റ്, ഒരു കാര്യങ്ങളും ഇവരുടെ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുന്നില്ല, ഒന്നുമില്ല, എല്ലാം തന്നെ ചത്തു എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ മുന്നോട്ടുള്ള നടപടികൾ എന്ന് പറയുന്നത് വെറും ഡിലീറ്റ് ആക്കുന്ന നടപടികൾ മാത്രമാണ്. മുന്നോട്ടുള്ള നടപടികൾ, പിന്നിലൂടെയുള്ള നടപടികൾ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ആൾക്കാരെ കഴുത്തിൽ തൂങ്ങിച്ചാകാൻ വേണ്ടിയിട്ട് കഴുത്തിൽ ഷാൾ മുറുക്കിയ ഫോട്ടോവും, കറി വെക്കാൻ വേണ്ടിയിട്ട് ഓണാക്കിയപ്പോൾ ഗ്യാസ് ഇല്ലാത്ത കാര്യവും ഒക്കെ കണ്ട് മനസ്സലിഞ്ഞ് കമ്പനിയെ തിരിച്ചു കൊണ്ടുവരാൻ പുറപ്പെട്ടവൻ അവിടെ കമ്പനിയുടെ കൂടെ പൊറുതി തുടങ്ങിയ കാര്യമാണ് എല്ലാവരും പരസ്പരം പറയുന്നത്. കഴിഞ്ഞ ഡിസംബർ മുതൽ കമ്പനിയുടെ ഭാഗമായി നിന്നുകൊണ്ട് അവനെ വിശ്വസിച്ചവരെ പോലും പറ്റിക്കുകയാണ് എന്നാണ് അവരുടെ തന്നെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അത് മുന്നേ പറഞ്ഞതാണ്, ഇവൻ ആൾക്കാരെ പറ്റിക്കുകയാണ്. അല്ലെങ്കിൽ ഇന്ത്യയിലെ നിയമവ്യവസ്ഥയ്ക്ക് അനുസരിച്ച് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഈ കമ്പനിയിൽ പണം നഷ്ടപ്പെട്ടവർക്ക് എന്നേ പണം ലഭിക്കുമായിരുന്നു. 1000-ഓളം ആൾക്കാർ ഒരു മൂവ്മെൻ്റ് ആയിട്ട് നമ്മൾ പറ്റിക്കപ്പെട്ടവരാണ്, നമുക്ക് കടക്കെണിയിലാണ്, നമ്മൾ ജപ്തി ഭീഷണിയിലാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിരുന്നെങ്കിൽ ഇതൊക്കെ എന്നേ തീരുമാനമായി പോയേനെ. ശ്രീനാഥ് പ്രതാപൻ പോലും പറഞ്ഞത് ആർക്കും തന്നെ പരാതി വേണ്ട, പിന്നെ എന്തിനാണ് ഞാൻ പൈസ കൊടുക്കുന്നത് എന്നാണ്. ഞാൻ കരുതിയത് എല്ലാവർക്കും പണം വേണമെന്ന് വിചാരിച്ചാണ് ഞാൻ ഒക്ടോബറിൽ
നമ്മൾ എക്സൽ ഷീറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞത്. പക്ഷെങ്കിൽ ഒക്ടോബർ ആയപ്പോഴാണ് മനസ്സിലായത് ആർക്കും തന്നെ പണം വേണ്ട, എല്ലാവർക്കും കമ്പനി മതി എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ഞാൻ കമ്പനിയെ തിരിച്ചു കൊണ്ടുവരാൻ സുപ്രീം കോടതി വരെ പോയി എന്നാണ് എന്നോട് പറഞ്ഞത്. ആർക്കെങ്കിലും അതിൻ്റെയൊക്കെ സോഴ്സ് വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. പക്ഷെ എന്തായാലും ഇപ്പോൾ അതൊക്കെ മാറി. ഇപ്പോൾ എവിടെയോ ഒളിവ് ജീവിതം നയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലീഡർമാരെല്ലാവരും തന്നെ ഒളിവിലാണ്, എല്ലാവരും ഒരുപോലെയായി. അപ്പോൾ ഇതാണ് ഒരു 3 മാധ്യമങ്ങളിൽ ന്യൂസ് 18, ന്യൂസ് മലയാളം, ഏഷ്യാനെറ്റ് ഇതിൽ വാർത്ത വന്നപ്പോൾ തന്നെ എല്ലാവരും ഓടി ഒളിച്ചു കഴിഞ്ഞു. കലക്ടർക്കൊക്കെ ഇവരുടെ സൊസൈറ്റിയിലെ അംഗങ്ങളുടെ സാമ്പത്തിക തട്ടിപ്പുകളെ കുറിച്ച് എല്ലാ വിവരങ്ങളും 14 കലക്ടർമാർക്കും വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി ചിലപ്പോൾ ഇവരുടെയൊക്കെ പേരും അഡ്രസ്സും വാങ്ങിയിട്ട് കളക്ടർ ഇവരുടെയൊക്കെ ആസ്തികൾ അറ്റാച്ച് ചെയ്യാനുള്ള ഉത്തരവുകൾ ചിലപ്പോൾ പുറപ്പെടുവിച്ചാലും അതിശയിക്കാനില്ല എന്നുള്ളതാണ് കളക്ടറേറ്റുകളിൽ നിന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. ബൈ.